പ്രിയമുള്ള സുഹൃത്തുക്കളെ, വഖഫ് നടപടി വളരെ ശക്തമായ രൂപത്തിൽ ഈ സ്വതന്ത്ര ഭാരതത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു. സൈനിക മേഖലകളിലെ വഖഫ് അവകാശവാദവും നുഴഞ്ഞുകയറ്റവും ഗൗരവത്തോടു കൂടിയാണ് കാണേണ്ടതെന്ന് ലഫ്റ്റനന്റ് കേണൽ VK ചതുർവേദി പറഞ്ഞു. കണ്ണൂരിൽ ഉൾപ്പെടെ സമാനമായ സാഹചര്യമുണ്ട്. ഇതിനെ ലളിതവൽക്കരിച്ച് കാണാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേനാ പരിഷത്ത് 25ാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ സമാപന സമ്മേളനത്തിൽ സഭയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യത്തിന്റെ ഗൗരവം ജനങ്ങളോട് പറഞ്ഞത്. ഭാരത വിഭജനത്തിന്റെ പരിണിത ഫലമാണിതെന്നും ബംഗ്ലാദേശിൽ നാം കാണുന്നത് അതിന്റെ മറ്റൊരു മുഖമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ നമ്മുടെ സഹോദരന്മാർ വേട്ടയാടപ്പെടുകയാണ്. ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രതിഷേധമുയരണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നിട്ടുള്ള കുടിയേറ്റം ഭാരതം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ഇത്തരത്തിൽ അയൽ രാജ്യങ്ങളിൽ നിന്ന് നിയന്ത്രണങ്ങളില്ലാതെ കുടിയേറുന്നത് നമ്മുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരക്കാരെ സഹായിക്കുന്ന പ്രവണത പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിരമിച്ച സൈനികർക്ക് നമ്മുടെ രാജ്യത്തോട് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. പൂർവ്വ സൈനിക സേനാ പരിഷത്ത് പ്രവർത്തിക്കുന്നത് രാഷ്ട്ര ഹിതത്തിനു വേണ്ടിയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ആ കാഴ്ചപ്പാടോടുകൂടി രാജ്യത്തോട് അനുകൂലമായി നിൽക്കുക എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ദേശസ്നേഹികളായ കോടാനുകൂടി ആളുകളുടെ ഭാരതമാണിത്. കേരളത്തിലെ 14 ജില്ലകളിലും ഈ സംഘടനയ്ക്ക് സജീവ പ്രവർത്തകരുണ്ട് എന്നത് ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ പാൻഗ്രൂവ് ഹെറിറ്റേജില് ഒരു തോമസ് ചെറിയ നഗർ കഴിഞ്ഞ 3 ദിവസമായി നടന്നു വരുന്ന യോഗം ഇന്നലെ സമാപിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 700ഓളം പ്രതിനിധികളാണ് യോഗത്തിൽ സംബന്ധിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംസ്ഥാന അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും ഒക്കെ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ രാജ്യത്ത് ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അതുപോലെ ബംഗ്ലാദേശിൽ പാകിസ്ഥാനിൽ നിന്നും കുടിയേറി വന്ന ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. ഇവിടെ നിന്നും പോയ ആളുകൾ പാകിസ്ഥാനിൽ ഏത് രൂപത്തിലാണ് ഇന്നുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് മാത്രമല്ല, അവർ തന്നെ വിളിച്ചു പറയുന്നു ഇന്ന് ഞങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷമെന്ന്. പക്ഷെ അന്ന് വിഭജിക്കപ്പെട്ട സമയത്ത് പാകിസ്ഥാനിലേക്ക് പോയ ഹിന്ദുക്കളുടെ ഗതി എന്താണ്, അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ ഗതി ഇന്ന് എന്താണ് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും നമുക്കത്. എത്രത്തോളം എന്നാൽ ഈ രാജ്യം മുഴുവനും വഖഫിൻ്റെതാണ് എന്ന രൂപത്തിലേക്ക് വഖഫ് ബോർഡിന്റെ ആളുകളും അതിന്റെ അനുകൂല ആളുകളും പോയ സ്ഥിതിക്ക് എന്താണ് ഈ രാജ്യത്ത് ഇനിയും ഹിന്ദുക്കൾ സ്വീകരിക്കുന്ന നിലപാടെന്ന് ജനങ്ങൾക്കറിയേണ്ടതുണ്ട്. അവർക്കത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കേണ്ടുന്ന വലിയ ഒരു ഉത്തരവാദിത്വവുമുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് തന്നെയാണ് ബംഗ്ലാദേശിന്റെ പ്രശ്നവും ഇന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിലുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. ഇപ്പൊ മൗനം പാലിച്ചിരിക്കുകയാണെങ്കിലും ഇനി മുന്നോട്ട് നമ്മള് ഹിന്ദു സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മതപുരോഹിതന്മാരോടും ഇസ്ലാം പുരോഹിതന്മാരോടും നമുക്ക് പറയാനുള്ളത്, ഈ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്ത് ആ ഭൂമി തിരിച്ചു കൊടുക്കണമെന്നും ഒരു വിഷയത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന നിലയിൽ എനിക്ക് പറയുക. കാരണം പ്രക്ഷോഭമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് മതപരമായിട്ടും എല്ലാ വിഷയങ്ങളിലേക്കും ഇടപെടലിട്ട് അത് ഉന്നയിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളിൽ നമ്മുടെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളുണ്ട്. സഞ്ജയ് ഇതിന്റെ മറ്റു കാര്യങ്ങൾ കൂടുതൽ പറയും. ശ്രീ പരംകുറിച്ച് നോക്കൂ, എല്ലാ രേഖകളും ഉണ്ട്. എല്ലാ രേഖകളും ശബ്ദിക്കുന്ന രേഖകളും ആണ്. വിവരാവകാശ നിയമപ്രകാരം സജയന് ലഭിച്ച രേഖകളും ഉണ്ട്. അത് നോക്കുമ്പോൾ ഇത് ക്ഷേത്രഭൂമിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അതല്ല, നേരത്തെ തിരൂർ ദിനേശ് പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ക്ഷേത്രം തകർത്ത് പള്ളി പണിയാൻ പാടില്ല. അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് പോലും അറിയാം അവിടെ നേരത്തെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ അവിടെ എല്ലാ നിയമവും കാറ്റിൽ പറത്തി പള്ളി നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതെങ്ങനെ അനുവദിച്ച് കൊടുക്കും? ഇതിപ്പോ നമ്മുടെ അവിടെ രാത്രി കാലങ്ങളിലാണ് നമ്മളിപ്പോ അവിടെ കാണുന്ന വർക്കുകളെല്ലാം നമ്മൾ മലപ്പുറം ജില്ലാ കലക്ടറായിട്ടും ഭരണാധികാരികളായിട്ടും അവിടെ SP ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം അവിടെ നിർത്തിവെച്ചു എന്നുള്ളത് മാത്രമാണ് അവർ പറയുന്നത്.
ഈ വിഷയമായിട്ട് ഞാൻ അനവധി പ്രാവശ്യം അവിടെ സജിൻജിയുടെ ഒപ്പം പോവുകയും ആ സമയത്ത് പകൽ സമയത്ത് അവിടെ വർക്ക് നടക്കില്ല. രാത്രി കാലങ്ങളിൽ JCB ഉപയോഗിച്ചാണ് അവിടെ വർക്ക് നടക്കുന്നത്. വർക്ക് നടക്കുമ്പോൾ എല്ലാം അവിടെ ശിലകളും അമ്പലത്തിന്റെ മറ്റ് കാര്യങ്ങളും എല്ലാ വിഗ്രഹങ്ങളടക്കം അവർ JCB ഉപയോഗിച്ച് ഇപ്പോഴും ഇന്നലെ രാത്രി വരെ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മലപ്പുറം SP അറിയിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ SP ആണെങ്കിലും അവരെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്, പോലീസിനെ അറിയിക്കുന്നുണ്ട്, വില്ലേജിനെ അറിയിക്കുന്നുണ്ട്, പഞ്ചായത്തിനെ അറിയിക്കുന്നുണ്ട്. അവരെല്ലാം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ ഇസ്ലാം സഭ, ഈ മൗനത്തിൽ ഇസ്ലാം സഭ ഇപ്പോഴും അതൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ നമ്മുടെ അതൊരു പ്രക്ഷോഭമായിട്ട് ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ഇനി എല്ലാ ഹിന്ദു സംഘങ്ങളും ഹൈന്ദവ സംഘടനകളും ഒരുമിച്ച് അത് പ്രക്ഷോഭത്തിലേക്ക് വരാം എന്ന് സംഘടന മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേസുമായിട്ട് ഹൈക്കോടതിയിൽ ഇരിക്കുന്നു. ഇത് ഒരു ചെറിയ വിഷയമായിട്ട് തള്ളിക്കളയാൻ ഈ ഭാരതം തയ്യാറല്ല. കാരണം ഇപ്പോ ഈ മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സകലമാന ക്ഷേത്രങ്ങളും പൊളിക്കാനും മാന്താനും തോണ്ടാനും അവിടെയൊക്കെ മസ്ജിദാക്കി മാറ്റാനുമുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ വഖഫ് ബോർഡ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഹിന്ദു സംഘടനകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ വഖഫിന്റെ കടന്നുകയറ്റത്തെ, ഈ വഖഫ് കൊള്ളയ്ക്കെതിരെ ശക്തമായ രൂപത്തിൽ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇന്നലെ പോലും നടന്ന ക്ഷേത്രത്തിന്റെ ആ ഒരു പൊളിക്കൽ രീതികളുണ്ടല്ലോ, ഇത് ഈ കേരളത്തിൽ തന്നെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാനും പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിലേക്ക് ഈ സമാധാന കാംക്ഷികളാകുന്ന ഈ കേരളത്തിലെ ആളുകളെ കൂടി കൊണ്ടുപോകാൻ മാത്രമേ ഇത് ഉപകരിക്കൂ. കാരണം കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ സംഘടനകളും സംഘാടകരും ജനങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളുമൊക്കെ വഖഫിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പിന്നെ ആരോടാണ് ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത്? ഇപ്പോ SDPIയുടെ പരിപാടിയിൽ നിറസാന്നിധ്യമായി മാറുന്ന കോൺഗ്രസുകാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് MLA കരുനാഗപ്പള്ളി MLAയും ഒക്കെയായ CR മഹേഷ് ആണ് ഇപ്പോൾ SDPIയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിവരമറിഞ്ഞ് നല്ല രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണങ്ങൾ അറിയുന്നത്. ഇത് വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. വഖഫ് ബില്ലിനെതിരായ പ്രതിഷേധ പരിപാടിയിലാണ് CR മഹേഷ് പങ്കുചേരുന്നത്. ഈ രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് വഖഫ്. അതുകൊണ്ട് അതിനൊരു ഭേദഗതി ബില്ല് കൊണ്ടുവരേണ്ടെന്ന ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. അതിനെതിരായി വഖഫിനെ സംരക്ഷിക്കുന്ന രൂപത്തിലേക്കാണ് ഈ ലെജിസ്ലേറ്റീവ് മെമ്പർമാർ മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ വഖഫ് മദ്രസ സംരക്ഷണ സമ്മേളനവും ബഹുജന റാലിയും SDPI സംഘടിപ്പിക്കുന്നു. ആരാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നോക്കണം. ആരാണ് വഖഫിനെ അനുകൂലിക്കുന്നത് എന്ന് നോക്കണം. ഇതിലാണ് MLA പങ്കെടുക്കുന്നതായിട്ട് വിവരം അറിയുന്നത്. കരുനാഗപ്പള്ളി ഷെയ്ഖ് മസ്ജിദിന് സമീപം ഈ വരുന്ന 8-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ് പരിപാടി നടക്കുന്നത്. SDPI വഖഫ് സംരക്ഷണ സമിതി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വഖഫിനെയും മദ്രസകളെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള RSSന്റെ അജണ്ടയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നാണ് SDPIയുടെ നിലപാട്. ഇതേ തുടർന്നാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നത്. അതേസമയം MLA പരിപാടിയിൽ പങ്കെടുക്കുന്നതോടെ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് കൂടിയാണ് വ്യക്തമാകുന്നത്. മുനമ്പത്തെ വഖഫ് അധിനിവേശം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ജനങ്ങൾക്കൊപ്പമാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതിനിടയിലാണ് SDPIയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു MLAയുടെ വിഷയം കൂടുതൽ വിഷയമാകുന്നത്. വർഗീയ ശക്തികളുമായിട്ടുള്ള കോൺഗ്രസിന്റെ ബന്ധവും ഇതിലൂടെ വ്യക്തമാകുകയാണ്. വഖഫിന്റെ ഭേദഗതി ബില്ലിനെ എന്തുകൊണ്ടാണിവർ വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഈ മുസ്ലിങ്ങളുടെ വഖഫ് വേട്ടയ്ക്ക് അനുകൂലമായിട്ട് കോൺഗ്രസ് നിൽക്കുന്നത് എന്നതിന്റെ ഉദാത്തമായ തെളിവുകളാണ് ഇതൊക്കെ. നന്ദി.